രാവിലെ 6 മണി മുതൽ കലൂർ സ്റ്റേഡിയത്തിന് പുറകിലെ ലാലു നന്ദിനി ദമ്പതികളുടെ വീട്ടിലേക്ക് അതിഥികൾ എത്തിത്തുടങ്ങും. അതിനു മുമ്പേ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ വീട്ടമ്മ. മതിലിലും അഴയിലുമെല്ലാം ഭക്ഷണം തയ്യാറാക്കി വീട്ടുകാർ കാത്തിരിക്കും. രാവിലെ മുതൽ ഓരോരുത്തരായി ഭക്ഷണം തേടിയെത്തും. അതെ, ഈ നാട്ടുതത്തകൾക്കായാണ് വീട്ടുകാർ വിരുന്നൊരുക്കുന്നത്. 1-2 പേർ ആദ്യമെത്തി എല്ലാം തയ്യാറായോ എന്ന് നോക്കും. പിന്നെ തൊട്ടടുത്ത മരച്ചില്ലകളിൽ ഒളിച്ചിരിക്കുന്ന 50ഓളം തത്തകൾ വീട്ടുമതിലിലെ തീറ്റ തേടിയെത്തും. പരസ്പരം ഭക്ഷണം കൈമാറിയും കളിച്ചും വഴക്കിട്ടും തത്തക്കൂട്ടം വയറു നിറയെ കഴിക്കും. ഇത് ഒരു നേരത്തെ മാത്രം കാര്യമല്ല കേട്ടോ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ലാലുവും ഭാര്യ നന്ദിനിയും ഒരുക്കുന്ന ഭക്ഷണത്തിനായി ഈ തിരക്കാണ് ഇവിടെ. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ മക്കളായ വിഷ്ണുവും വിനിലുമാണ് തത്തകൾക്ക് തീറ്റ നൽകുക. ഒരു ദിവസം 2 കിലോ അരി തത്തകൾക്ക് മാത്രമായി വേണം. 8 വർഷം മുൻപ് വീട്ടിൽ വളർത്തിയിരുന്ന തത്തയുടെ അടുത്ത് നാട്ടുതത്തകൾ എത്തിയതാണ്. പിന്നെ അത് പതിവായപ്പോൾ ആ തത്തയെ തുറന്നുവിട്ടു. എങ്കിലും അതിനായി കൂട്ടിൽ എപ്പോഴും തീറ്റ ശരിയാക്കി വയ്ക്കും. പിന്നെ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ദിനംതോറും തത്തകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. വരുന്നവരെ ആരെയും നിരാശരായി മടക്കാൻ ഈ വീട്ടമ്മ തയ്യാറായിരുന്നില്ല. വന്നവർക്കെല്ലാം വയറു നിറയെ ഭക്ഷണം നൽകി. മെട്രോ നഗരത്തിലെ ഈ വീട്ടിൽ അങ്ങനെ അതിഥികളായെത്തിയവർ വീട്ടിലെ അംഗങ്ങളെ പോലെയായി. അതുങ്ങൾ ഭക്ഷണം കഴിച്ച് പോകുന്നത് കാണുമ്പോഴുള്ള സംതൃപ്തിയും ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം തരുന്നൊരു അനുഭവമാണ്. കുട്ടികൾക്കും ഭർത്താവിനും എനിക്കുമൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. ഇടനേരങ്ങളിൽ ഇത്തിരി കുറവായിട്ട്, എന്നാലും ഫുൾ ടൈം തീറ്റ ഞങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും വച്ചിരിക്കും. പുറത്ത് എവിടെ പോയാലും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടേ പോകൂ. 8 വർഷത്തിൽ ഏറെയായി പതിവ് തെറ്റിയിട്ടുമില്ല. ഈ കുടുംബവും തത്തക്കൂട്ടവും തമ്മിലുള്ള ഈ സൗഹൃദത്തിന്റെ കഥ ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. ക്യാമറമാൻ ആന്റണി ഗിരിഗറിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.